വീട്ടിനകത്തിരുന്ന് കളിക്കുന്ന കളിയൊന്നും പോരടാ നിനക്ക്. വീട്ടിൽ തന്നെ ഒത്തിരുന്ന ഡിപ്രഷൻ അടിക്കും അച്ഛാ. ഓ, എന്തോർത്തിട്ടാ ഇയാൾക്ക് ഡിപ്രഷൻ? ഡാ, ആ നിന്നെ ആരാ ഇപ്പൊ കൊണ്ടുവിട്ടിട്ട് പോയെ? ജിതിൻ. ആരാ ജിതിൻ നമ്മടാ. ഏതാ? ആ സുനിയുടെ മോനോ? ആ അതെ. അച്ഛൻ അറിയാൻ പാടില്ല അവനാ. എത്രാമത്തെ പ്രാവശ്യമാണ് എപ്പോ നോക്കിയാലും ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കും. കൊണ കൊണ കൊണ. അമ്മേ ആ കറിങ്ങെടുക്ക. അത് ചിക്കനാച്ചാ. ഓ, പരിപ്പാണോ? കടല കഴിഞ്ഞു. ലിസ്റ്റിട്ടപ്പോൾ എഴുതാനും മറന്നുപോയി. അച്ഛാ, ആ മുട്ടയെടുത്ത് മാറ്റി നല്ല ഉള്ളിക്കറി അച്ഛാ. കുറച്ചുകൂടെ. അച്ഛാ, ഇന്ന് ലത വിളിച്ചിരുന്നേ. ആ, എന്താ അവളുടെ വിശേഷം? അത് കോപൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി. വേറെ എന്തെങ്കിലും തരപ്പെട്ടോ? ഇല്ല, വേറൊന്നും ആയിട്ടില്ല. പക്ഷേ അവിടെ ഇങ്ങനെ നിന്ന് പോയോണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്താ അവരുടെ അവസ്ഥ? എന്തെങ്കിലും സഹായം ചെയ്യാറുണ്ടോ നീ? ഇതുവരെയുള്ളതൊക്കെ അവൻ തന്നെ മാനേജ് ചെയ്തിരുന്നു. ഇപ്പോഴാണ് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞത്. അവനൊരു ജോലിയാവുന്നവരെ ഇവിടെ വന്ന് നിൽക്കട്ടെ എന്ന് അവൾ ചോദിച്ചായിരുന്നു. അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമോ നമുക്ക്? ഗോപൻ്റെ ഒരു ഇത് വെച്ച് ബിസിനസ് അങ്ങനെ മറുപടിയാവില്ല. എന്തെങ്കിലും ചെറുകിട ജോലി നോക്കിയിട്ടും കാര്യമില്ല. അതെ. അശോകന്റെ കമ്പനിയിൽ എന്തെങ്കിലും നോക്കാൻ പറ്റുമോ? കമ്പനിയിൽ ഇപ്പോൾ വേക്കൻസി ഒന്നുമില്ല. മാത്രമല്ല അവർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നോക്കി തുടങ്ങി. അതുമല്ല റെക്കമെൻഡേഷനൊക്കെ വലിയ പാടാ. റെക്കമെൻഡേഷനിലല്ലേ അശോകൻ ജോലിക്ക് കയറിയത്? അതെ, അതിൽ പിന്നെ എവിടെയെങ്ങും ആരുടെ അടുത്ത് കണ്ടില്ല. എന്താണാവും. അച്ഛാ, അപ്പോൾ അവരിങ്ങോട്ട് വന്നോട്ടല്ലേ? ബാക്കി കാര്യങ്ങളൊക്കെ അവർ വന്നിട്ട് നമുക്ക് നോക്കാം. അവരുടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്ന കാര്യമെല്ലാം പറഞ്ഞോ? അത് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് നടക്കും തോന്നുന്നില്ല ഈ സാഹചര്യത്തിൽ.